അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ കാണുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. വിഷമമുണ്ട്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ കഴിയുമോ? അതുകൊണ്ടാണ്. പിന്നെ പഠിച്ചറപ്പം എല്ലാവർക്കും ഹൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നൽകട്ടെ. ആമീൻ ആമീൻ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ. ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്ത അല്ലാഹുവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ. ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ. അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച സുബഹി നമസ്കാരം ജമാഅത്തായി വേണം നിസ്കരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റുള്ള ദിവസങ്ങളിൽ പോലെയല്ല, വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് മുടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സ്വലാത്തി ഇൻദ സ്വലാത്തി സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബഹി നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബഹി നിസ്കാരമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളും നാളത്തെ വെള്ളിയാഴ്ച നാളത്തെ സുബഹി നമസ്കാരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിർബന്ധമായി നിസ്കരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ വയത് കൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. ഇത് പറയുന്നത് കൊണ്ടോ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. നാളെ ആരോഗ്യവും ആയുസ്സും അല്ലാഹു നൽകിയാൽ എല്ലാ ആണുങ്ങളും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. തന്റെ ആമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം. പെണ്ണുങ്ങൾ വീട്ടിൽ സുബഹി നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. നാളെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ കടന്നു വന്നോ, സുബഹി നമസ്കാരം കഴിഞ്ഞോ, അല്ലാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ് ആണോ അതോ മാഷാ അല്ലാഹ് ആണോ? ഉറപ്പിച്ചു പറ. ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ചെയ്യോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇൻഷാ അല്ലാഹ് ഈ പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ കയറിയിട്ട് ഈ വഅദ് ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്റ് പറഞ്ഞാൽ അവന്റെ സർവ്വ പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദിക്ർ നാളെ സുബഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു 3 പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. 3 പ്രാവശ്യം പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ അസ്തഗ്ഫിറുല്ലാഹ് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര പ്രാവശ്യം? എപ്പോഴാ പറയണ്ടേ? സുബഹി കഴിഞ്ഞല്ല, സുബഹിക്ക് മുമ്പ്. സുബഹിക്ക് മുമ്പ്. സുബഹിയുടെ ബാങ്ക് കേട്ട എന്നാന്ന് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിയുടെ ബാങ്ക് എന്നാ കേട്ടിട്ടുള്ള നമ്മള് 27-ാം രാവിലെ ഈ പള്ളി വന്ന് സുബഹി നിസ്കരിക്കുന്നവരെ നമ്മളൊക്കെ. പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത്? ചോദിക്കുക. മാർക്കറ്റിൽ നിൽക്കണവരൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ?